ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും. ഈ ഹദീസ് അവസാനിപ്പിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന് ജനങ്ങളിൽ അള്ളാഹുവിന് പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാത്തിന്റെ പോരിശയും അതിന്റെ മഹത്വവും ഒക്കെ നമ്മൾ ഈ ഹദീസിന്റെ ആദ്യ ഭാഗങ്ങൾ പഠിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഇന്ന സൂഅൽ ഖുലുഖി, നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവന്റെ മനസ്സിലേക്ക് നിങ്ങൾ സന്തോഷിച്ചു കൊടുത്തത്, അവന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നത്, നിങ്ങളുടെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പൊളിച്ചു കളയുന്ന ഒരു സംഗതി ഉണ്ട്. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിക്കൊണ്ടാണ് ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത്. ഇന്ന സൂഅൽ ഖുലുഖി, ദുസ്വഭാവം, ദുഷിച്ച സ്വഭാവം ഉണ്ടല്ലോ. ചില ആൾക്കാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഉപകാരം ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉപകാരം ചെയ്യുന്ന ആളെന്നെ വിചാരിച്ചിട്ടുണ്ടാവും പഠിച്ചോനെ ഇയാൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ മതിയാണ്. ആ രൂപത്തിൽ ദുസ്വഭാവം കൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവന് സന്തോഷം ഉണ്ടായി കൊടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ അവനെ വേദനിപ്പിക്കുന്ന സംഗതികൾ പറയാം. അങ്ങനത്തെ ഈ ദുഷിച്ച സ്വഭാവം കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഈ ദുസ്വഭാവം ഉണ്ടല്ലോ, ഇന്ന സു അൽ ഖുലുഖി, ദുഷിച്ച സ്വഭാവം, ലയുഫ്സിദുൽ അമല, അമലിനെ ഫസാദാക്കി കളയും, കുഴപ്പത്തിലാക്കി കളയും. ഈ പറഞ്ഞ നന്മകളെയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുഴപ്പത്തിലാക്കി കളയും ദുഷിച്ച സ്വഭാവം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയണം. ഏതുപോലെ? കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസല, സുർക്ക തേനിനെ ഫസാദിലാക്കുന്നത് പോലെ, കുഴപ്പത്തിലാക്കുന്നത് പോലെ മനുഷ്യന്റെ അമലുകളെ ദുസ്വഭാവം, ദുഷിച്ച സ്വഭാവം കുഴപ്പത്തിലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളുടെ ജീവിതത്തിൽ കുറഞ്ഞ കാലമുള്ള ഇവിടെ ജീവിതം ഉണ്ടാവുക. എപ്പോഴാണ് നമ്മളിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുക ഒരാൾക്കും അറിയില്ല. നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ധാരാളം പ്രതിഫലം വാരിക്കൂട്ടുവാൻ പറ്റുന്ന ധാരാളം കർമ്മങ്ങൾ, നിസ്സാരമായ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഈ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട്, ആത്മാർത്ഥതയോട് കൂടെ, ഇഖ്ലാസോട് കൂടെ ചെയ്തുകൊണ്ട് ജീവിതം നമ്മളെല്ലാവരും മുന്നോട്ട് ആത്മാർത്ഥതയോട് കൂടെ, ഇഖ്ലാസോട് കൂടെ കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ.